നമുക്കിന്നൊരു ഓറിയോ കേക്ക് ഉണ്ടാക്കിയാലോ? നാളെ ദയയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അത് പ്രമാണിച്ച് നമുക്കൊരു ഓറിയോ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഓറിയോ എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇതിന് മുമ്പ് ഞാൻ ഓറിയോ കേക്ക് ഉണ്ടാക്കുന്നത് കൊറോണ ടൈമിൽ എന്തോ. അപ്പം ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ആദ്യം വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. പക്ഷേ എന്നും അതെല്ലാം ഉണ്ടാക്കുന്നത്. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കിയാലോ എങ്ങനെയാണെന്ന്. അപ്പം നമുക്കിത് 2 പൊട്ടിച്ചിടാവേ. അപ്പോൾ ദേ കണ്ടോ, നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഓറിയോയുടെ ക്രീം നമുക്ക് ആദ്യം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ക്രീമുകൾ മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം ഓറിയോ കേക്ക് ഉണ്ടാക്കുന്നത് കൊറോണ ടൈമിലാണ്. അപ്പം അന്നുണ്ടാക്കിയപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഈ വട്ടം ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നല്ല കേക്ക് ആയിരിക്കും. പിന്നെ ദയയുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അത്യാവശ്യം നല്ല കേക്ക് ആയിരിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കേക്കിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്നത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സംഭവം. നല്ല രസമല്ലേ ഇങ്ങനെ കേക്കിൽ നിന്ന് ഓറിയോ ബിസ്ക്കറ്റിൽ നിന്ന് ഇങ്ങനെ ക്രീം മാറ്റുന്നതൊക്കെ നല്ല രസമല്ലേ. അങ്ങനെ ഒരു ബിസ്ക്കറ്റ് മീൻസ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഫുള്ള് ഞാൻ ഇതേപോലെ ക്രീം മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ക്രീം നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ കുറച്ച് ടേസ്റ്റിയും കൂടെ ആയിരിക്കും ഈ ക്രീമും കൂടി ആ കേക്കിൽ വരുമ്പം. അപ്പം ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കേക്കാണ്. ലാസ്റ്റ് ഈ കേക്കിൻ്റെ ഒരു ലുക്ക് നിങ്ങൾ കാണുമ്പം എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ അത്ര പെർഫെക്റ്റ് ഒന്നും ആവത്തില്ല, കാരണം കേക്ക് മീൻസ് കറക്റ്റായിട്ട് ഐസിങ് ചെയ്യാനുള്ള സംഭവം നമ്മുടെ കയ്യിലില്ല. മീൻസ് ഉള്ള സംഭവം വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു സിമ്പിൾ ഓരോ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഒരു കവറിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഇത് ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം കഴിക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് 2 പാക്കറ്റ് ഓറിയോ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 2 പാക്കറ്റിലും ഫുൾ ഓറിയോ ഇടുന്നില്ല. ഒരു 5-6 ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷനും പിന്നെ ഒരു ക്രഞ്ചി ഫീൽ ഇടയ്ക്കിടയ്ക്ക് തോന്നിക്കാനും വേണ്ടിയിട്ട് നമുക്കിത് ആവശ്യമായിട്ട് വരും. ഒരു 5-6 ബിസ്ക്കറ്റ് എന്തായാലും ഒന്ന് മാറ്റി വെച്ചേക്കും. അപ്പോൾ 2 കവർ ഉണ്ടാക്കുന്നെങ്കിൽ മാറ്റി വെച്ചാൽ മതി. ഒരു കവർക്ക് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേക്കിൻ്റെ ക്വാണ്ടിറ്റി തീരെ കുറഞ്ഞു പോകും. അപ്പോൾ 2 കവർ വെച്ച് ഉണ്ടാക്കുന്നെങ്കിൽ കുറച്ച് മാറ്റി വെക്കുക. ഇത് നമ്മൾ ഫുള്ള് ക്രീം മാറ്റി വെച്ചേക്കുന്ന ബിസ്ക്കറ്റുകളാണ്. ഇത് നമ്മൾ എടുത്ത് വെച്ച ക്രീംസ്. പിന്നെ ഒരു 4-5 ബിസ്ക്കറ്റ് നമുക്ക് മാറ്റി വെക്കാം. അത് ക്രീമൊന്നും എടുത്തിട്ടില്ല, ഇതിൽ ക്രീമൊക്കെ ഉണ്ട്. നമുക്ക് മാറ്റി വെച്ചേക്കാം. നമുക്ക് കേക്കിനകത്ത് കുറച്ച് ഡിസൈൻ ചെയ്യാൻ ഡെക്കറേഷന് വേണ്ടി ഇത് മാറ്റി വെച്ചേക്കുവാണ്. അപ്പം ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്യല്ല, നല്ല രീതിക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ബാക്കി പ്രോസസ്സ് എല്ലാം. ഇത് നമുക്ക് ക്രീം ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ പോയി നോക്കാം. ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്ത് വെച്ചില്ല, അപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. മാക്സിമം നന്നായിട്ട് പൊടിച്ചെടുക്കുക. ആദ്യം എനിക്ക് ഒരുമിച്ച് പൊടിക്കാൻ പറ്റില്ല, കുറേ ബിസ്ക്കറ്റ് ഉണ്ടായിട്ട് ഞാൻ 2 സെക്ഷൻസ് ആയിട്ടാണ് പൊടിച്ചെടുത്തത്. അത് നന്നായിട്ട് 2 കൂടി പൊടിച്ചെടുത്തിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഒരു ബൗള് ഷുഗർ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഹാഫ് ബൗളിൻ്റെയൊക്കെ ആവശ്യം വരും. നമുക്ക് ഷുഗർ ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി. ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് മീൻസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പം ഞാൻ ആദ്യം ഒരു ഹാഫ് ബൗൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഷുഗർ എന്തായാലും ബിസ്ക്കറ്റിൽ നല്ല ഒരു ഷുഗർ കണ്ടൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അധികം ഷുഗറിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ഷുഗർ നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് ബാറ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ഷുഗർ വേണം തോന്നിയാൽ മാത്രം വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പം ഷുഗറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേണ്ടുന്നത് പാലാണേ. പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ബാറ്ററിനൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. അതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ആഡ് ചെയ്യുന്നില്ല. പിന്നെ വേണ്ടുന്നത് പാലാണ്. പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുമ്പം ഒരു ബാറ്റർ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഇതേ കണക്ക് നമ്മൾ ജസ്റ്റ് കുറച്ച് കട്ടിക്ക് ഇങ്ങനെ വിട്ട് വരുന്ന കണക്ക് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ബാറ്റർ പോലെ പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പം ഈ ഒരു കൺസിസ്റ്റൻസി വരണം. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ബാറ്റർ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ കേക്കാക്കി ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം ബേക്ക് ചെയ്തെടുക്കുമ്പം നമ്മുടെ കറക്റ്റ് സുന്ദര കുട്ടപ്പൻ കേക്ക് റെഡിയായി വരും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഡിലൻ കേക്കാണ്. മസ്റ്റ് ട്രൈ ഐറ്റം. അപ്പോൾ ഇതാണ് കേക്ക്. എന്ത് ലുക്കല്ലേ കാണാൻ വേണ്ടിയിട്ട് തന്നെ, കിഡിലൻ ടേസ്റ്റുമാണ്. അപ്പം പിന്നെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് കേക്ക് നോക്കാം. പക്ഷേ കേക്ക് കട്ട് ചെയ്യാൻ എൻ്റെ കയ്യിൽ കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊരു നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഈ കേക്കിൻ്റെ സൈഡ് ഫുള്ള് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് നൂല് കയറ്റിയിട്ട് ജസ്റ്റ് ഒരു സൈഡ് വലിക്കുമ്പോഴത്തേക്ക് നൂല് കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ കട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ കട്ട് ചെയ്യുന്ന സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നൂല് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാൻ കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് വരാറില്ല. മീൻസ് കറക്റ്റായിട്ട് 2 ഈക്വലി കട്ട് ചെയ്ത് വരാത്തതുകൊണ്ട് ഞാൻ നൂല് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതേ ഉള്ളേ. ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സും ആ ഒരു ടെക്സ്ചറൊക്കെ മനസ്സിലായി കാണും. നല്ല സോഫ്റ്റും യമ്മി കേക്കാണ്. ഇത് കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റാണിത്.
അപ്പോൾ കട്ട് ചെയ്ത കേക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. നമുക്കിനി കുറച്ച് പണികളുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്രീമില്ലേ, അതെല്ലാം ഇട്ടിട്ട് കുറച്ച് പാലൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് പണിയുള്ള കാര്യമാണ്. കാരണം ഇതങ്ങോട്ട് അലിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും. അത്യാവശ്യം സമയം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് അഥവാ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പം നന്നായിട്ട് വരുവേ. അങ്ങനെ ഇളക്കിയ ക്രീം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഐസിങ് പരിപാടി തുടങ്ങാം. ആദ്യം കുറച്ച് ക്രീം എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ അത് കേക്ക് വെക്കുമ്പം അത് അനങ്ങാതെ ഒരു കറക്റ്റിന് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഫസ്റ്റ് ലെയറിന് മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അധികം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആവുകയും പിന്നെ കുറച്ചുകൂടെ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിക്കുകയും ചെയ്യും. അതിനുവേണ്ടി കുറച്ച് ഷുഗർ സിറപ്പ് അഡീഷണലി ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വട്ടം ഉണ്ടാക്കിയതിൽ എനിക്ക് കുറച്ച് ഫ്ലോപ്പായി തോന്നുന്നത് എൻ്റെ ക്രീമായിരുന്നു. കാരണം എൻ്റെ ബീറ്റർ ചെറിയ കംപ്ലയിൻ്റ് ആയത് കാരണം എനിക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റി. പക്ഷേ അത് കറക്റ്റ് കൺസിസ്റ്റൻസി വന്നില്ല. ബട്ട് കേക്ക് ഓവറോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ബട്ട് കൺസിസ്റ്റൻസി വരാത്തതുകൊണ്ട് നമുക്ക് ഐസിങ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സും ഇല്ല. ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കണ്ടു നോക്കി തന്നെ എൻ്റെ ക്രീം കണ്ടു. ഭയങ്കര അത്ര കൺസിസ്റ്റൻസി വന്നില്ല. ജസ്റ്റ് ഒരു വെള്ളത്തിൻ്റെ കുറച്ചുകൂടെ കട്ടിയാവുന്നൊരു സ്റ്റേജില്ലേ, അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്രീമിന് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും ബട്ട് ആ കൺസിസ്റ്റൻസി വരാത്തതുകൊണ്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല കാണാൻ വേണ്ടിയിട്ടും. ചെയ്യാനും അത്യാവശ്യം നല്ല പാടായിരുന്നു. ഇതേ കണ്ടില്ലേ, നല്ല ടാസ്ക് ആയിരുന്നു. അതിൽ ക്രീം വെക്കുമ്പോഴത്തേക്ക് അത് മാറി മാറി പോകുന്നുണ്ടായിരുന്നു. ബട്ട് നമുക്ക് കേക്ക് എന്തായാലും ചെയ്തേ പറ്റൂ. ബർത്ത്ഡേക്കുള്ള കേക്കാണ്, അത്യാവശ്യം നല്ല കേക്കും ആയിരിക്കണം. അപ്പം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ക്രീമൊക്കെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ക്രീമില്ലേ, ബിസ്ക്കറ്റിൻ്റെ അകത്തുനിന്ന് എടുത്ത ക്രീം പാലിൽ മിക്സ് ചെയ്തത്, ആ മിക്സ് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് 5-6 ബിസ്ക്കറ്റ് മാറ്റി വെച്ചിരുന്നല്ലോ, ആ ബിസ്ക്കറ്റ് എല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് പൊടിക്കരുത്, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ തന്നെ ആദ്യം കുറച്ച് വിതറി കൊടുക്കുക. അപ്പം കട്ട് ചെയ്ത് കഴിക്കുമ്പം ഇടയ്ക്കൊരു ക്രിസ്പിനെസ്സും ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ലെയറും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ശരിക്കും ഷുഗർ സിറപ്പ് അങ്ങനെ അധികം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഷുഗർ സിറപ്പ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും നമ്മുടെ ക്രീം അതിനകത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് സൈഡ് ഫുൾ കവർ ചെയ്തെടുക്കുക. നമ്മൾ നോർമലി കേക്ക് കവർ ചെയ്തെടുക്കില്ല, അതേപോലെ ചെയ്യാം. എൻ്റെ കയ്യിൽ കറക്റ്റായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടും പിന്നെ നമ്മുടെ ക്രീം ഒട്ടും നമ്മളുമായിട്ട് അങ്ങോട്ട് സഹകരിക്കാത്തത് കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അതിനെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ബാക്കി വന്ന ക്രീമില്ലേ, ക്രീമിൽ നമ്മൾ പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത ക്രീം അത് സൈഡിലൊക്കെ ഫുള്ള് കൊടുത്തിട്ട് ബാക്കി വന്ന ക്രഷ് ചെയ്ത ബിസ്ക്കറ്റ്സൊക്കെ നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. കാണാൻ നല്ല ലുക്കായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന ലവ് ഷേപ്പില്ലേ, അത് ഞാൻ തന്നെ ക്രീം നന്നായിട്ട് ഉരുട്ടിയൊക്കെ എടുത്ത് ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ അത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ദയയാണ്. അവൾ നല്ല രീതിക്ക് അത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കേക്കിൻ്റെ കുറച്ച് ഫോട്ടോസും പിന്നെ അവൾ കട്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടു വെക്കുക. എന്തായാലും നിങ്ങൾ ഈ ഓരോ കേക്ക് ട്രൈ ചെയ്ത് വെക്കുക. ട്രസ്റ്റ് മീ, ഇത് വളരെ ടേസ്റ്റി, വളരെ എമ്മി ആയിട്ടുള്ളൊരു കിടിലൻ കേക്കാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.